എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 3-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരള വാട്ടർ അതോറിറ്റിയുടെ BPL ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മാസം 15,000 ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മുമ്പ് ആനുകൂല്യം ലഭിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവർക്കും ജനുവരി 1 മുതൽ ജനുവരി 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിൽ കുടിശ്ശികയുണ്ട് എങ്കിൽ അത് അടച്ചു തീർക്കുകയും വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ കേടായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുകയും വേണം. മുമ്പ് BPL കാർഡാണ് എങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. ഈ വർഷം മുതൽ അത് ലഭിക്കും. അതിനുവേണ്ടി 2 രേഖകൾ കൂടി വേണം. ഒന്ന് വാടക ചീട്ടും മറ്റൊന്ന് ഉടമസ്ഥന്റെ സമ്മതപത്രവുമാണ്. അപ്പൊ അതുകൂടി ഈ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. bplappe.kwa.kerala.gov.in എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ആനുകൂല്യം പരമാവധി നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അർഹതയുള്ള ആളുകൾക്ക് ആനുകൂല്യം ലഭിച്ചോട്ടെ. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ജനുവരി 3-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും. 2 ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് ഈ മാസത്തെ ഒരു പ്രത്യേകത 3 വർഷത്തിലധികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ള ആട്ട, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇവയാണ്. മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 3 പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് 7 രൂപക്കും 1 കിലോ പഞ്ചസാര 27 രൂപക്കും മഞ്ഞ റേഷൻ കാർഡിനുണ്ട്. മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ്. ആട്ടയ്ക്ക് 9 രൂപ വീതം പിങ്ക് റേഷൻ കാർഡുള്ളവർ നൽകണം. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ഒന്നുമില്ല. കഴിഞ്ഞ മാസം 5 കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച്. ഈ മാസം അതില്ല. ഓരോ വ്യക്തിക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക. ഇതുകൂടാതെ 1 മുതൽ 2 കിലോ വരെ ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിൽ ആകെ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണുള്ളത്. സ്പെഷ്യൽ അരിയോ അധികമൊന്നുമില്ല. പിന്നെ 1 മുതൽ 2 കിലോ വരെ ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് 17 രൂപ നിരക്കിൽ വെള്ള റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 ആട്ട ലഭ്യതയ്ക്കനുസരിച്ച് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ മണ്ണെണ്ണ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ കാലയളവിലേക്കുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള എല്ലാ റേഷൻ കാർഡിനും ബ്രൗൺ റേഷൻ കാർഡ് ഒഴികെ നീല, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 1/2 ലിറ്ററുമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് കാലയളവിൽ ലഭിക്കുക. അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കാർഡുകാർക്കുള്ളത്. സപ്ലൈകോയിൽ നിന്നും മറ്റ് വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ്. അതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. അത് റേഷൻ അരി ആയിരിക്കും. സബ്സിഡി ഇനങ്ങളായിട്ട് ലഭിക്കുന്ന അരി ജയ അരി, കുറുവരി, മട്ട അരി ഇവയാണ്. അത് 33 രൂപ 8 കിലോ ആണ് ലഭിക്കുക. 2 തവണയായിട്ട് സപ്ലൈകോയിൽ നിന്നും വാങ്ങണം. ആദ്യത്തെ 15 ദിവസം 4 കിലോയും പിന്നീടുള്ള 15 ദിവസം 4 കിലോയും വാങ്ങണം. ഭക്ഷ്യമന്ത്രി GR അനിലുമായിട്ട് നാളെ സംസാരിക്കാം. 2 മണി മുതൽ 3 മണി വരെയാണ്. റേഷനുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റിൽ ഈ ഒരു ബജറ്റിലെ പ്രത്യേകത 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇതിലൂടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള 1000 രൂപ പെൻഷൻ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ നമുക്ക് പെൻഷൻ വർധനമുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000-ലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ LDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് 2500-ലേക്ക് പെൻഷൻ എത്തിക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഒരു വർധനവ് പോലും 4 വർഷമായിട്ട് ഒരു വർധന പോലും ഉണ്ടായില്ല. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 400 രൂപ കൂട്ടി 2000-ലേക്ക് എത്തിച്ചു. ഇനി നിയമസഭാ ഇലക്ഷന് മുമ്പ് അത് 2500-ലേക്ക് എത്തിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മനോരമ ഓൺലൈൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നത് നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചതായിരുന്നു. അപ്പോൾ അവര് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ
ജനുവരി 29-ാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത്. ആ ഒരു ദിവസം തന്നെ പെൻഷൻ വർധനവ് ഉണ്ടാകും. അതായത് 500 രൂപ കൂട്ടി 2500 എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു. ഫോട്ടോ പതിച്ച നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ജീവിക്കുന്നയാളാണ് എന്ന് തെളിയിക്കുന്നതിനാണ് കാർഡ്. പൗരത്വ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പ്രതിരോധം നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഇതിനായി പ്രത്യേക നിയമം നടത്തും. കാർഡിന് SIR-മായി ബന്ധമില്ല എന്നും ഭീതി ഒഴിവാക്കാനാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാർഡ് നൽകുന്നതിനുള്ള അധികാരം തഹസിൽദാർമാർക്കാണ് നൽകിയിട്ടുള്ളത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില ആവശ്യങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത്. ഭീതി ഒഴിവാക്കാനാണ് പുതിയ കാർഡ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. SIR-ലെ ആശങ്ക പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ വില്ലേജ് ഓഫീസിലും 2 ഉദ്യോഗസ്ഥർ വീതം SIR-ൽ ജനങ്ങളെ സഹായിക്കാനുണ്ടാകും. കൂടാതെ വാളണ്ടിയർമാരെയും ഇതിന് ഉപയോഗിക്കും. SIR ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് പുതിയ നേറ്റിവിറ്റി കാർഡ് സംസ്ഥാനത്തെ ഓരോ പൗരനും നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പുതിയ തിരിച്ചറിയൽ കാർഡായിരിക്കും. ഓരോ വ്യക്തിയുടെയും പൗരത്വ നിയമ ആശങ്കയുമായി ബന്ധപ്പെട്ട് ഇത് ഒരു പരിധി വരെ മറികടക്കാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആളുകളുടെ ആശങ്ക അകറ്റാനാണ് പുതിയ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരുന്നത് എന്നും തഹസിൽദാർമാർക്കാണ് ഇതിന്റെ ചുമതല എന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പുതിയ ഐഡന്റിറ്റി കാർഡ് വരുമ്പോൾ ഒരു പൗരത്വ രേഖ പോലെ കൊണ്ടു നടക്കാൻ കഴിയുന്ന രൂപത്തിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കുന്നത്. പക്ഷെ പൗരത്വ കാർഡല്ല, പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ഇത് മറികടക്കാനാകും. കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.